ശിവതാണ്ഡവം. ശിവഭഗവാൻ രണ്ടവസ്ഥകൾ സ്വീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. സമാധി അവസ്ഥയും താണ്ഡവം അല്ലെങ്കിൽ ലാസ്യ നൃത്താവസ്ഥയും. ശാശ്വത ഊർജത്തിൻ്റെ 5 തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ചലനാത്മകവും നിശ്ചലവുമായ ദൈവീക ഊർജപ്രവാഹത്തിൻ്റെ പരസ്പര ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്ന ശിവൻ്റെ കോസ്മിക് നൃത്തം അല്ലെങ്കിൽ താണ്ഡവം. ഹസാരി പ്രസാദ് ദ്വിവേദി ജി ശിവഭഗവാനും ദേവദാരു വൃക്ഷവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം കാണുന്നു. അദ്ദേഹം പറയുന്നത് ദേവദാരു വൃക്ഷം സാക്ഷാൽ ശിവഭഗവാന്റെ പ്രിയപ്പെട്ട വൃക്ഷമായിരിക്കണം. ക്യാ യോ ഹി സമാധി ലഗാനെ കെ ലിയെ മഹാദേവ് നെ ദേവദാരു ദ്രുമ വേദിക കോ ഹി പസന്ദ് കിയാ ഥാ. കുച്ച് ബാത് ഹോനി ചാഹിയെ. അപ്പോൾ ദ്വിവേദിജി ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ വൃക്ഷത്തിന് തീർച്ചയായും കണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ മഹാദേവ് സാക്ഷാൽ ശിവഭഗവാൻ ഈ ഒരു ദേവദാരു വൃക്ഷത്തെ എന്തുകൊണ്ട് സമാധിയിരിക്കാൻ തിരഞ്ഞെടുത്തു? ഹസാരി പ്രസാദ് ഒരു കൺക്ലൂഷനിലെത്തുകയാണ്. ഒരുപക്ഷെ ഷായദ് ഇസ്ലിയെ कि देवदारू भी अर्थातीत छंद है, प्राणों का उल्लास नर्तन, जड़ शक्ति के दुर्वार आकर्षण को पराभूत करके विपुल व्योम मंडल में विहार करने का अर्थातीत आनंद. ശിവൻ്റെ താണ്ഡവം എങ്ങനെ ശാശ്വത ഊർജത്തിൻ്റെ ഈ പ്രപഞ്ചത്തിന് തന്നെ 5 തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവീക ഊർജപ്രവാഹമാകുന്നുവോ അതുപോലെ തന്നെ ദേവദാരു വൃക്ഷത്തിലും ആ ഒരു ഊർജമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയധികം വൃക്ഷങ്ങളുണ്ടായിട്ടും ഈ ദേവദാരു വൃക്ഷത്തെ തന്നെ ശിവൻ തിരഞ്ഞെടുത്തത്. മാനം മുട്ടെ നിവർന്ന് നിൽക്കുന്ന ദേവദാരുവിൻ്റെ സൗന്ദര്യവും ഒരു ആനന്ദ നൃത്തം പോലെയാണ്. ഗുരുത്വാകർഷണം എല്ലാം ഭേദിച്ചുകൊണ്ട് ആകാശം മുട്ടെ നിൽക്കുന്ന ദേവദാരു. എഴുത്തുകാരൻ അതാണ് ചോദിക്കുന്നത്. കുച്ച് ബാത് ഹോനി ചാഹിയെ, കോയി നഹി ബതാ സക്താ कि महादेव समाधि लगाकर क्या पाना चाहते थे, उन्हें कमी किस बात की थी. എന്തുകൊണ്ട് മഹാദേവിന് അങ്ങനെ ഒരു സമാധി ഇരിക്കേണ്ട ആവശ്യം തന്നെ എന്തുകൊണ്ടായിരുന്നു? അപ്പോൾ ഈ ഒരു ദേവദാരു വൃക്ഷവും അദ്ദേഹവും തമ്മിലുള്ള ഒരു അഭേദ്യമായ സാമ്യം, അതായിരിക്കാം അദ്ദേഹം ഈ ഒരു വൃക്ഷത്തിനെ സമാധിയിരിക്കാൻ തിരഞ്ഞെടുത്തത്. പിന്നീട് അദ്ദേഹം താണ്ഡവ നൃത്യത്തിൻ്റെ ആ ഒരു കഥ പറയുകയാണ്. कहते हैं शिव ने जब उल्लासतिरेक में उद्दाम नर्तन किया था तो उनके शिष्य तंडु मुनि ने उसे याद कर लिया था. उन्होंने जिस नृत्य का प्रवर्तन किया उसे तांडव कहा जाता है. तांडव अर्थात तंदुल मुनि द्वारा प्रवर्तित रसभाव विवर्जित नृत्य. അപ്പോൾ ഈ ഒരു താണ്ഡവ നൃത്യം ആടിയത് ശിവനാണെങ്കിലും, ശിവൻ്റെ ഒരു കോസ്മിക് ഡാൻസായിട്ടാണ് താണ്ഡവ നൃത്യം അറിയപ്പെടുന്നതെങ്കിലും അതിത്രയും പോപ്പുലറാക്കിയത് അത് കണ്ടുകൊണ്ട് നിന്ന ശിവൻ്റെ തന്നെ ശിഷ്യനായ തണ്ടുമുനിയാണ്. അതുകൊണ്ട് തന്നെ ഇസ് നൃത്യ കാ പ്രവർത്തൻ കിസ്നെ കിയ, തണ്ടുൽ മുനിനെ കിയ.
ശിവൻ തൻ്റെ നടരാജ രൂപത്തിലാടുന്ന നൃത്തരൂപമാണ് താണ്ഡവം. ഈ ഒരു താണ്ഡവ നൃത്യത്തെ പറ്റി ദ്വിവേദിജി പറയുന്നത് എന്താണ്? तांडव ऐसा नाच है जिसमें रस भी नहीं, भाव भी नहीं. नाचने वाले का कोई उद्देश्य नहीं, मतलब नहीं, अर्थ नहीं. केवल जड़ता के द्वारा आकर्षण को छिन्न करके एकमात्र चैतन्य की अनुभूति का उल्लास. പ്രത്യക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ ഒരു അർത്ഥവും ഒരു ഭാവവും ഇല്ലാത്ത വെറുതെ ഇങ്ങനെ ഒരു ഡാൻസ് ഫോമായിട്ടാണ് ശിവൻ്റെ ഈ താണ്ഡവ നൃത്തത്തിനെ കാണാൻ പറ്റുന്നത്. പക്ഷെ അതിലൊരു കാര്യം ഒളിച്ചിരിക്കുന്നത് എന്താണ്? ജഡതാ കെ ദ്വാര ആകർഷൺ കോ ഛിന്ന കർക്കെ ഏകമാത്ര ചൈതന്യ കി അനുഭൂതി കാ ഉല്ലാസ്. ആ ഒരു നൃത്തരൂപം പ്രത്യക്ഷമായിട്ട് നമുക്ക് രസവിഹീൻ, ഭാവവിഹീൻ, ഒരു മീനിങ്ലെസ് ആയിട്ട് തോന്നാമെങ്കിലും ആക്ച്വലി അത് ചൈതന്യ की अनुभूति का उल्लास प्रदान करता है. यह एकमात्र लक्ष्य ही उसमें छंद भरता है. इसी से उसमें ताल पर नियंत्रण बना रहता है. നമുക്ക് സാധാരണ മനുഷ്യർക്ക് ആ ഒരു നൃത്തരൂപത്തിൽ അർത്ഥം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും വാസ്തവത്തിൽ എന്താണ്? ഉസ്മേ ചൈതന്യ की अनुभूति का उल्लास होता है. अगर यह न होता तो शिव का तांडव बेमेल, धमा चौकड़ी और लस्टम पस्टम उछल कूद के सिवा और कुछ न होता. ഇത് ആ നൃത്തരൂപത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഈ ഒരു ചൈതന്യ അനുഭൂതി, അതിൻ്റെ ഒരു ആനന്ദം ഇല്ലായിരുന്നെങ്കിൽ അത് വെറും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉച്ഛൽക്കൂത്, ലസ്റ്റം പസ്റ്റം, ആ ഒരു വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒരു തുള്ളിച്ചാട്ടം, അത് മാത്രമേ ആകുള്ളായിരുന്നു. लेकिन तांडव की महिमा ആനന്ദോമുഖി ഏകാഗ്രത മേ ഹൈ. അതിലും ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്, ഒരു ആനന്ദോമുഖി ഏകാഗ്രത ഈ ഒരു താണ്ഡവ നൃത്യത്തിൽ വാസ്തവത്തിൽ ഉണ്ട്. और समाधि भी एकाग्रता चाहती है. ध्यान धारणा और समाधि की एकाग्रता से ही योग सिद्ध होता है. സമാധി ഇരിക്കുന്നതിലും ഒരു വളരെ ഡീപ്പ് കോൺസെൻട്രേഷൻ്റെ ആവശ്യം ഉണ്ട്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം അത് സമാധിയായി മാറില്ല. ഈ ഒരു നൃത്തരൂപത്തിൽ, ഈ താണ്ഡവത്തിലും ഒരു പ്രത്യേക തരത്തിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ട്. ബാഹ്യമായിട്ട് സാധാരണ മനുഷ്യരായ നമുക്ക് അത് വെറും ഒരു ചാട്ടമായിട്ട് തോന്നാമെങ്കിലും വാസ്തവത്തിൽ അതിലും ഒരു ഭാവവും അർത്ഥം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതൊരു ഉല്ലാസ നർത്തനമാണ്, ചൈതന്യ की അനുഭൂതിയാണ്. तो शिव ने समझ बूझ कर ही देवदारू द्रुम की वेदिका को पसंद किया होगा. देवदारू के नीचे समाधिस्थ महादेव. അപ്പം ശിവൻ ഈ ഒരു ദേവദാരു വൃക്ഷത്തിൽ എന്താണ്? ഒരു ഉല്ലാസ് ഉണ്ട്. ദേവദാരു വൃക്ഷം ഗുരുത്വാകർഷണത്തിനെ ഭേദിച്ചുകൊണ്ട് മുകളിലോട്ട് വളരെ ആനന്ദ നൃത്തമാടുന്ന പോലെയാണ് അതിൻ്റെ ശിഖരങ്ങൾ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ദേവദാരു വൃക്ഷവും തൻ്റെ ഒരു ഊർജപ്രവാഹവും തമ്മിൽ ശിവൻ ഒരു റിലേഷൻ കണ്ടിരിക്കണം. അതുകൊണ്ടാണ് ദോനോമേ ഏക് ഹി ഛന്ദ് ഹൈ, ഇസീലിയേ ശിവനെ സമജ് ബൂझ कर देवदारू द्रुम की वेदिका को पसंद किया होगा. ഭഗവാൻ ശിവൻ എന്തുകൊണ്ട് ഈ ദേവദാരു വൃക്ഷത്തിൻ്റെ ചോട്ടിൽ സമാധിയിരുന്നു? ഭൗതിക ജീവിതത്തിൽ നിന്ന് അകന്ന് എന്തുകൊണ്ട് ഇത്ര കഠിനമായ ഒരു സമാധി ഇരിക്കാൻ ഇടയായി? അത് നമുക്കറിയാവുന്നതാണ് അല്ലേ, ഐതിഹ്യം അറിയാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഹിന്ദു മിത്തോളജിയിലുള്ള ആ ഒരു സ്റ്റോറി അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഷോർട്ടായിട്ടൊന്ന് പറയാം. ദക്ഷ രാജാവിൻ്റെ പുത്രി ദാക്ഷിയായിനി അല്ലെങ്കിൽ സതീദേവി തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ശിവനെ വിവാഹം കഴിക്കുന്നു. സതി തൻ്റെ പിതാവിൻ്റെ കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് കൈലാസത്തിൽ ശിവനോടൊപ്പം നീങ്ങുന്നു. സതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രമുഖമായ ഇതിഹാസം അവളുടെ പിതാവിനെതിരെ പ്രതിഷേധിക്കാൻ അവൾ സ്വയം തീ കൊളുത്തി എന്നതാണ്. സതിയുടെ അച്ഛൻ ദക്ഷൻ ഒരു യാഗം സംഘടിപ്പിക്കുകയും സതിയും ശിവനും ഒഴികെയുള്ള എല്ലാ ദേവതകളെയും ക്ഷണിക്കുകയും ചെയ്തു. അപ്പം സതി ഈ ഒഴിവാക്കൽ യുക്തിസഹമാക്കാൻ ശ്രമിക്കുകയുണ്ടായി. കുടുംബം എന്ന നിലയിൽ അത്തരം ഔപചാരികത ആവശ്യമില്ല എന്ന ന്യായവാദം പറയുകയുണ്ടായി. അങ്ങനെ സതി ക്ഷണിക്കപ്പെടാത്ത ആ യാഗത്തിൽ പങ്കെടുക്കാൻ ചെല്ലുകയും അവളുടെ
വരവിൽ ദക്ഷൻ രോക്ഷാകുലനാകുകയും ശിവനെ പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ പിതാവുമായുള്ള എല്ലാ ബന്ധങ്ങളും വേർപെടുത്താനും ഭർത്താവിൻ്റെ യശസ്സും ബഹുമാനവും ഉയർത്താനും ആഗ്രഹിച്ച സതി സ്വയം തീ കൊളുത്തുകയാണ് ചെയ്തത്. അപ്പം തൻ്റെ പ്രിയ പത്നി സതിയുടെ വേർപാടിൽ ദുഃഖിതനായ ശിവൻ താണ്ഡവ നൃത്തം ആടുകയും സന്യാസ ലോകത്തേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ആ ഒരു എപ്പിസോഡും ഇവിടെ ഹസാരി പ്രസാദ് ദ്വിവേദി പ്രതിപാദിക്കുകയാണ്. ശിവൻ സതീദേവിയുടെ വേർപാടിൽ വളരെയധികം ദുഃഖിതനായി ദേവദാരു വൃക്ഷത്തിൻ്റെ ചോട്ടിൽ സമാധിയിരിക്കുകയും പക്ഷേ അവിടെ വേറെ ചില ചലനങ്ങൾ മറുവശത്ത് ഉണ്ടാകുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ താരാസുരൻ എന്ന ഒരു അസുരൻ വിഷ്ണുവിനേക്കാളും ശിവനേക്കാളും കൂടുതൽ ശക്തനാകുന്ന ഒരു വരം ബ്രഹ്മാവ് നൽകിയിരുന്നു. അപ്പോൾ ഈ താരാസുരനെ വധിക്കണമെങ്കിൽ ശിവൻ്റെ സന്തതിക്ക് അത് പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയും സതീദേവി പുനർജനിച്ച് പാർവതിയായിട്ട് ജനിക്കും എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്. ശിവൻ്റെ ഈ ഒരു തപസ് ശിവൻ ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പം ശിവൻ്റെ ഈ തപസ് ഇളക്കാൻ വേണ്ടി ആരെയാണ് വിടുന്നത്? കാമദേവനെയാണ് വിടുന്നത്. കാമദേവൻ അല്ലെങ്കിൽ ഗോഡ് ഓഫ് ലവ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക അല്ലേ? കാമം ജനിപ്പിക്കാൻ കഴിവുള്ള ഒരു ദേവനാണ് കാമദേവൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 തരം അമ്പുകൾ ഉണ്ടായിരുന്നു. കരിമ്പ് കൊണ്ട് നിർമ്മിച്ച വില്ലുകൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാമദേവൻ ലക്ഷ്യമിടും. ഹൃദയത്തിൽ തൊടുന്ന അസ്ത്രം അനുരാഗത്തിന് കാരണമാകുന്നു. ഓക്കെ, അപ്പം കാമദേവൻ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. എന്തുവാണ് ആ ദൗത്യം? പാർവതിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ശിവൻ്റെ ഹൃദയത്തിൽ ഉളവാക്കണം. ആ ഒരു ദൗത്യം കാമദേവൻ ഏറ്റെടുക്കുകയാണ്. ഈ ഒരു ദൗത്യം നിറവേറ്റാൻ വേണ്ടി ശിവൻ ധ്യാനിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് കാമദേവൻ പോവുകയും ആ ഒരു ധ്യാന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവൻ പക്ഷികളുടെ ചിലമ്പും പൂക്കളും ഒക്കെയായി അകാല വസന്തം സൃഷ്ടിച്ചെന്നാണ് പറയുന്നത്. ശരിയായ നിമിഷം കണ്ടെത്തി കാമദേവൻ തൻ്റെ പ്രണയാസ്ത്രം ശിവന് നേരെ അയക്കുകയും ചെയ്തു. അങ്ങനെ ശിവന്റെ ധ്യാനം തകർക്കുകയും ചെയ്തു. ശിവന്റെ ശ്രദ്ധ പാർവതിയിൽ പതിക്കുകയും ശിവന്റെ ഉള്ളിൽ പാർവതിയോടുള്ളൊരു മോഹം ജനിക്കുകയും ചെയ്തു. പക്ഷേ ശിവന് തൻ്റെ ഈ ഒരു പെരുമാറ്റത്തിലെ പെട്ടെന്നുള്ള ഒരു മാറ്റത്തിൽ ആശ്ചര്യപ്പെടുകയും പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ കുറ്റവാളി ആരാണ്? കാമദേവനാണ്. അപ്പോൾ കോപാകുലനായ അവൻ കാമദേവനെ നേരിടുകയും ഉടൻ തന്നെ തൻ്റെ 3-ാം കണ്ണുകൊണ്ട് അവനെ ചാരമാക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ദേവദാരു എന്ത് ചെയ്യുകയായിരുന്നു? അതാണ് ഹസാരി പ്രസാദ് ദ്വിവേദിയെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. महादेव ने जब आँख खोल दी तो तुक बिगड़ गया, छंदोभंग हो गया, त्रैलोक्य को मद विहल करने वाला ദേവത ഭസ്മ ഹോ ഗയ. ഈ 3 ലോകങ്ങൾ, ത്രൈലോക്, ഈ 3 ലോകങ്ങളെയും മതവിഹലാക്കുന്നത്, 3 ലോകങ്ങളുടെയും എല്ലാവരുടെയും മനസ്സിനുള്ളിൽ കാമം ജനിപ്പിക്കാൻ കഴിവുള്ള ആ ഒരു കാമദേവൻ, ആ ഒരു ദേവത ജബ് ഭസ്മ ഹോ ഗയ, ഉസ്കാ ഫൂലോ കാ തൂണീർ ജൽ ഗയ. പുഷ്പങ്ങളുടെ ആ ഒരു അമ്പ്, വില്ല് അതെല്ലാം കത്തി നശിച്ചു. രത്നജട്ടിത് ധനുഷ് ടൂട്ട് ഗയ, സബ് ഗഡ്ബഡ് ഹോ ഗയ. सोचता हूँ उस समय देवदारू की क्या हालत हुई होगी. ഞാൻ ആശ്ചര്യപ്പെടുകയാണ് ആ സമയത്ത് ആ ഒരു സീൻ കണ്ടിട്ട്. അതൊരു റെയർ സീനാണ് അല്ലേ? ശിവൻ തൃക്കണ്ണ് തുറക്കുകയും അതിൽ കാമദേവൻ ഭസ്മമാകുകയും ചെയ്യുന്ന ആ ഒരു സീൻ കണ്ടിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ദേവദാരു വാസ്തവത്തിൽ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു എന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു പോവുകയാണ്. ക്യാ ഇത്തനി ഹി ഫക്കടാന മസ്തി സെ ഝൂം റഹാ ഹോഗ. ഇപ്പോൾ ഇങ്ങനെ ദേവദാരുവിൻ്റെ വൃക്ഷങ്ങൾ ഇങ്ങനെ അങ്ങടുന്ന പോലെ തന്നെ ഇതേ ഭാവത്തിലായിരുന്നോ കാമദേവൻ ഭസ്മമായപ്പോഴും ഈ ഒരു ദേവദാരു ആടിക്കൊണ്ടിരുന്നത്? ക്യാ ഏസാ ഹി ബേലോസ് ഖടാ ഹോഗ. ഒരു വികാരവും ഇല്ലാതെ, ഇത്രയും വലിയൊരു സംഭവം കൺമുമ്പിൽ നടന്നിട്ടും ഒരു വികാരവും ഇല്ലാതെ ഇങ്ങനെ കല്ല് പോലെ നിന്ന് കാണുമോ ദേവദാരു? ഷായദ് ഹാ, क्योंकि शिव की समाधि टूटी थी. देवदारू का तांडव രസഭാവ വിവർജിത് മഹാനൃത്യ നഹി ടൂട്ടാ ഥ. ഒരുപക്ഷെ ആയിരിക്കാം ദേവദാരുവിനെ അതൊന്നും ബാധിച്ചു കാണില്ല. കാരണം ശിവൻ്റെ സമാധിയാണ് അവിടെ തടസ്സപ്പെട്ടത്. ദേവദാരുവിന് ഒന്നും തന്നെ സംഭവിച്ചു കാണില്ല. ദേവതാ കി തുലനാ മേ ഭി നിർവികാർ രഹ കാഠ് ബനാ ഹുവ. അങ്ങനെയെങ്കിൽ ദേവങ്ങളുടെ
ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ദൈവങ്ങൾക്ക് ഹൃദയമില്ല എന്ന് പറയുന്ന അതിനേക്കാളും ഹൃദയശൂന്യമായ ഒരു പ്രവൃത്തിയായിരിക്കും ദേവദാരുവിൽ അന്ന് നമ്മൾ കണ്ടത്. പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയധികം അനർത്ഥം സംഭവിച്ചിട്ടും ദേവദാരു ചലനമറ്റ് ഒരു വികാരവുമില്ലാതെ ഇങ്ങനെ നോക്കി നിന്നു എങ്കിൽ കോൻ ജാനെ ഇസി കഹാനി കോ സുൻകർ കിസിനെ ഇസെ ദേവതാ കാ കാട്ട് നാം ദേ ദിയാ ഹോ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു നിർവികാരത, ഈ ഒരു ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ഒരു ഇമോഷൻലെസ്സായിട്ട് നിന്ന ദേവദാരുവിനെ കണ്ടിട്ടാകണം ഈ വൃക്ഷത്തിന് ദേവതാ കാ കാട്ട് എന്ന പേര്, അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ ദേവദാരു എന്ന ഒരു പേര് തന്നെ വീണത്. इसीलिए शायद देवदारू महावृक्ष बन गया. महावृक्ष वनस्पति होते हैं जिनमें भावुकता तो नहीं पर सार्थकता होती है, जो फूल तो नहीं देते पर फल देते हैं. അപുഷ്പാ ഫൽവന്തി യേ. അതുകൊണ്ടായിരിക്കാം ദേവദാരു പൂക്കാത്തത്. ദേവദാരു മഹാവൃക്ഷാണ്, വനസ്പതിയാണ്. അതിൽ ഭാവുകത അല്ലെങ്കിൽ ഇമോഷൻസ് അത് പൂക്കളുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ സാർത്ഥകത ഉണ്ട്, മീനിങ് ഫുള്ളാണ്. അത് ഫലം നൽകുന്നു, പക്ഷേ പുഷ്പിക്കാതെയാണ് ദേവദാരു ഫലം നൽകുന്നത്. ഈ ഒരു ശിക്ഷ, ഈ ഒരു പണിഷ്മെൻറ്റ് ദേവദാരുവിന് കിട്ടിയത് അത്രയും വലിയ അനർത്ഥം സംഭവിച്ചിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ആടി ഉലഞ്ഞു നിന്ന ദേവദാരു, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഇങ്ങനെ ലാസ്യഭാവത്തിൽ നിന്ന ദേവദാരുവിനെ കണ്ടിട്ടാകാം ദേവദാരു മഹാവൃക്ഷ് നഹി ബൻ സകാ. ഇസീലിയെ ശായദ് ദേവദാരു വനസ്പതി കി മര്യാദ സെ വഞ്ചിത് രഹ ഗയാ. അതുകൊണ്ടായിരിക്കാം ദേവദാരുവിന് പൂക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ കൊടുക്കാതെ പോയത്. ഇങ്ങനെ നിർവികാരമായിട്ട് നോക്കി നിന്നത് കാരണമാകാം ഇത് സംഭവിച്ചത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എസ്സേ ഹസാരി പ്രസാദ് ദ്വിവേദി ഈ ഒരു ദേവദാരു വൃക്ഷത്തിൻ്റെ ആ ഒരു സ്വഭാവ വിശേഷത്തെപ്പറ്റി പറയാണ്. ഹിമാലയം താഴ്വാരങ്ങളിൽ നിന്ന് താഴോട്ട് സമതല പ്രദേശങ്ങളിൽ, മൈതാന പ്രദേശങ്ങളിൽ ഇറങ്ങി വരാൻ ദേവദാരുവിന് ഒട്ടുമേ താല്പര്യമില്ല. അത് ദേവദാരുവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. ദേവദാരുവിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവ്. അദ്ദേഹം പറയുന്നത്, ज़माना बदलता रहा है, अनेक वृक्षों और लताओं ने वातावरण से समझौता किया है, कितने ही मैदान में जा बसे हैं और खासी प्रतिष्ठा प्राप्त कर ली है, लेकिन देवदारू है कि नीचे नहीं उतरा, समझौते के रास्ते नहीं गया. समझौता करना ഒരു കോംപ്രമൈസ് ചെയ്യുക. ദേവദാരുവിൻ്റെ വ്യക്തിത്വത്തിൽ അങ്ങനെ ഒരു കോംപ്രമൈസിന് ദേവദാരു തയ്യാറല്ല. വേറെ ഒരുപാട് വൃക്ഷങ്ങൾ मैदान में जा बसे हैं और खासी प्रतिष्ठा प्राप्त कर ली है. പണ്ട് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും മാത്രം കണ്ടിരുന്ന ഒരുപാട് വൃക്ഷങ്ങൾ ഇപ്പം മൈതാന പ്രദേശത്തിലും വസിക്കുന്നുണ്ട്. എൻവയൺമെൻറ്റുമായിട്ട് അവരൊരു അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ തേക്ക് അല്ലെങ്കിൽ മഹാഗണി ഇതെല്ലാം നാട്ടും പ്രദേശങ്ങളിൽ പണ്ട് കാണാത്ത വൃക്ഷങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ സാധാരണ മൈതാന പ്രദേശത്തിൽ കണ്ടുവരുന്നു. അതിൻ്റേതായ ഒരു പോപ്പുലാരിറ്റി അവർക്ക് കിട്ടുകയും ചെയ്തു. ലേക്കിൻ ദേവദാരു ഹൈ കി നീച്ചെ നഹി ഉത്തര, സമझौते के रास्ते नहीं गया और उसने अपनी खानदानी चाल नहीं छोड़ी. झूमता है तो ऐसा मुस्कुराता हुआ मानो कह रहा हो, मैं सब जानता हूँ, सब समझता हूँ, तुम्हारे करिश्मे मुझे मालूम है, മുജ്സെ തും ക്യാ छिपा सकते हो. അപ്പോൾ ഇപ്പോൾ ദേവദാരുവിൻ്റെ ഒരു കാറ്റത്തുള്ള ഈ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ആട്ടം കാണുമ്പോൾ ലേഖകന് തോന്നുകയാണ്, ഈ വൃക്ഷം പറയുന്നത് പോലെ എനിക്ക് മനുഷ്യ നിൻ്റെ എല്ലാ ചലനങ്ങളും, നിൻ്റെ എല്ലാ ഭാവങ്ങളും, നിൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ. തും മുജ്സെ കുച്ച് ഭി छिपा नहीं सकते. മനുഷ്യർക്ക് എന്നിൽ നിന്നൊന്നും ഒളിക്കാൻ സാധ്യമല്ല. हज़ारों वर्ष के उतार चढ़ाव का ऐसा निर्मम साथी दुर्लभ है. ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്, മനുഷ്യരുടെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഇത്രയും നല്ലപോലെ അറിയുന്ന, ഇത്രയും ഒരു സ്ട്രോങ് വ്യക്തിത്വമുള്ള ഒരു വൃക്ഷം, ഒരു സുഹൃത്ത്
വേറെ ഇല്ലെന്നാണ് ഹസാരി പ്രസാദ് ദ്വിവേദി കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിതിനെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു എസ്സേനെ പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം പറയേണ്ടതെല്ലാം ഈ 2 പാർട്സായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹസാരി പ്രസാദ് ദ്വിവേദി ബേസിക്കലി ഒരു എസ്സേയിസ്റ്റാണ്, നിബന്ധക്കാരാണ്, നോവലിസ്റ്റാണ്, ക്രിട്ടീക്കാണ്, ആലോചക്കാണ്. അദ്ദേഹത്തിന് 1957 പത്മഭൂഷൺ നൽകി രാഷ്ട്രം ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ടാഗോർ പുരസ്കാർ ലഭിച്ചിട്ടുണ്ട്. പിന്നെ 1973 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് 2-3 രചനകൾ ഓർത്തിരിക്കാൻ എളുപ്പമുള്ളത് ഹിന്ദി സാഹിത്യ എന്ന പേര് ചേർത്ത് തന്നെ 3-4 ഒരുമിച്ച് ഓർത്തിരിക്കാം. ഒന്ന് ഹിന്ദി സാഹിത്യ, രണ്ടാമത്തത് ഹിന്ദി സാഹിത്യ കാ ആദികാൽ, പിന്നെ ഹിന്ദി സാഹിത്യ ഉദ്ഭവ് ഓർ വികാസ്, ഹിന്ദി സാഹിത്യക്ക് ഭൂമിക. അപ്പോൾ ഈ ഹിന്ദി സാഹിത്യ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 4 തന്നെ വളരെ എളുപ്പം ഓർത്തിരിക്കാം. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഓഥറിനെ പറ്റി ഓർത്തിരിക്കേണ്ടത് രവീന്ദ്രനാഥ് ടാഗോർ എന്ന ഗ്രേറ്റ് പോയറ്റ്, നോബൽ പ്രൈസ് വിന്നർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കൂടെ ശാന്തിനികേതനിൽ താമസിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഹസാരി പ്രസാദ് ദ്വിവേദി.